الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ മഹലിന്റെ പ്രസിഡന്റും കേരളക്കരയിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ഒക്കെ സജീവ സംഘാടകനും നായകനുമായ എന്റെ സഹപ്രവർത്തകൻ എം ഫരീദ് സാഹിബ് അവറുകളെ, ഇവിടെ സന്നദ്ധാന പ്രഭാഷണം നടത്തിയ എന്റെ സുഹൃത്ത് ഹാഫിള് അബ്ദുറഹ്മാൻ അൻവരി, നമ്മുടെ ഈ മഹലിൽ നമ്മുടെ ഈ മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പകർന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ട ഹാഫിള് ഉസ്മാൻ അഹമ്മദ് അൽ ഖാസിമി, പ്രിയങ്കരനായ മുഹമ്മദ് ഫൈലി, ഈ മഹൽ ജമാഅത്തിന്റെ പ്രഗത്ഭരായ കമ്മിറ്റി ഭാരവാഹികളെ, സ്വാദസംഘത്തിന്റെയും ഈ മഹത്തായ പരിപാടിയുടെയും സംഘാടകരെ, പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. 3 ദിവസങ്ങളിലായി ഇവിടെ നടന്ന ഈ മഹത്തായ പരിപാടി ഏറ്റവും വലിയ സന്തോഷത്തോടെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ ഈ മഹല്ല് ജമാഅത്തിൽ നിന്ന്, നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി 8 ഹാഫിളീങ്ങളെ സമർപ്പിച്ച അനുഗ്രഹീതമായ സദസ്സാണിത്. ഈ മഹല്ല് ജമാഅത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കഴിഞ്ഞുപോയ ഖബറാളികൾക്കും, ആ കൂട്ടത്തിൽ നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ സ്നേഹജനങ്ങൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ പലരും ആ ഖബറാളികളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ഏറ്റവും വലിയൊരു സ്വത്തായിട്ടാണ് ഈ 8 ഹാഫിളീങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്ന് സനദ് വാങ്ങി നമുക്ക് ഏറ്റവും വലിയ സന്തോഷത്തോടുകൂടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണ്. നാം ഓരോരുത്തരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ഖബറാളികളായി മാറുമ്പോൾ ഈ പള്ളിയിലും ഈ പള്ളിയുടെ പരിസരത്തും നമ്മുടെ ഈ സ്ഥാപനത്തിലും ഇൽമിന്റെ അഹ്ലുകാർ, ഖുർആനിന്റെ അഹ്ലുകാർ, അല്ലാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട് രാപ്പകലുകളിൽ അത് പാരായണം ചെയ്ത് ആ ഖുർആനിന്റെ അഹ്ലുകാരായി, ഇൽമിന്റെ പണ്ഡിതന്മാരായി പുറത്തു പോകുമ്പോൾ അവർ ഇവിടെ നിന്ന് പോയാലും അവരുടെ ജീവിതത്തിൽ ആ അമലിന്റെ ഏറ്റവും വലിയ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതാണല്ലോ ജാരിയായ സദഖയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നത് പരലോകത്തെ വിജയമായി തീരണം.
ഇന്നത്തെ ഈ മഹത്തായ പരിപാടിയിൽ അള്ളാഹുവിന്റെ പൊരുത്തം നേടുന്ന യുവത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും നമുക്ക് സമയം വൈകിയതുകൊണ്ടും നമ്മുടെ സമാപന പരിപാടിയായതുകൊണ്ടും ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏതാനും സമയം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും നാളെ പരലോകത്ത് വിജയിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഈ ദുനിയാവ് അങ്ങനെ കഴിഞ്ഞു പോകും. അത് നമ്മുടെ തീരുമാനമല്ല. ഏത് സമയം വരെ പടച്ച റബ്ബിന് മാത്രമറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില ആളുകൾക്ക് വളരെ കുറഞ്ഞ സമയം നൽകി ഈ ദുനിയാവിൽ. നമ്മെക്കാൾ പ്രായം കുറഞ്ഞവർ, കുഞ്ഞുമക്കൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഉപ്പ, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ ഒരു വല്ലിപ്പ വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ 3.5 വയസ്സായ പേരക്കുട്ടി മാരകമായ രോഗം ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റൽ കിടക്കുന്ന 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ ഇന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്നതിന്റെ തൊട്ടുമുമ്പ് അദ്ദേഹം വേദനയോടുകൂടെ വന്ന് പറഞ്ഞു, ആ പൊന്നുമോൻ ഈ ലോകത്തോട് യാത്രയായി എന്ന്. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. 3.5 വയസ്സായ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ മാതാവിനെ, ആ പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്നേഹവും സന്തോഷവുമുള്ള ഒരു പ്രായം. 2, 2.5, 3.5 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയുന്ന, കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഉപ്പയെ, ഒരു ഉമ്മയെ സംബന്ധിച്ച് ഏറ്റവും വലിയ മനസ്സിന്റെ കുളിർമ മക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രായം. ആ പ്രായത്തിലുള്ള ഒരു പൊന്നുമോൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അങ്ങനെ എത്രയെത്ര മരണങ്ങൾ കാരണമുണ്ടായും ഇല്ലാതെയും. പക്ഷേ നാളെ പരലോകത്തേക്ക് ആ മാതാപിതാക്കൾക്ക് ആ പൊന്നുമോൻ ഏറ്റവും വലിയൊരു സൂക്ഷിപ്പ് സ്വത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുഞ്ഞുമക്കൾ മരിച്ചുപോയ ഉമ്മമാരോട്, ഉപ്പമാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും വലിയ പരലോക വിജയത്തിന്റെ നിങ്ങളുടെ കൈപിടിച്ച് കൊണ്ടുപോകാനാണ് ആ പൊന്നുമോൻ നേരത്തെ പോയത്. നമുക്കൊരു പക്ഷേ സങ്കടവും വേദനയും ഒക്കെ തോന്നിയാലും ആ കുഞ്ഞ് നേരെ സ്വർഗത്തിലേക്കാണ്. ഖബറിലെ ചോദ്യമോ മഹ്ശറിലെ ഹിസാബോ ഒന്നുമില്ലാതെ സുഖലോക സ്വർഗത്തിലേക്ക് പോകുമ്പോ നാളെ മഹ്ശറ വൻസഭയിൽ ആ പൊന്നുമോൻ പടച്ച റബ്ബിനോട് പറയും, റബ്ബേ, ഞാൻ ഒറ്റക്ക് പോകാൻ തയ്യാറല്ല. എന്റെ പൊന്നുമ്മ, എന്റെ പൊന്നുപ്പ, അവരില്ലാതെ സ്വർഗത്തിലേക്ക് ഞാൻ കടക്കൂല എന്ന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് പറയുമ്പോ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ ഉമ്മയെ ഉപ്പയെ കൂടെ സുഖലോക സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും മരണമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഖബറാളികളായി തീരേണ്ടവരാ. നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് എന്തുണ്ട്? അതാണ് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, സ്വഹീഹായ ഹദീസുകളിൽ കാണാം, പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ തഫ്സീർ റൂഹുൽ ബയാനിലൊക്കെ മഹാന്മാർ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാളെ മഹ്ശറ വൻസഭയിൽ സുഖലോക സ്വർഗത്തിലേക്ക് 4 വിഭാഗം ആളുകൾ കടന്നു വരും. 4 വിഭാഗം ആളുകൾ വിചാരണ നടക്കുന്നതേ ഉള്ളൂ, വിചാരണ കഴിഞ്ഞിട്ടില്ല. പരലോകത്തെ ഹിസാബ്, ആ ഹിസാബിൽ പങ്കെടുക്കാതെ, ഹിസാബിന്റെ ലോകം പോലും കാണാതെ 4 വിഭാഗം ആളുകൾ നേരെ സുഖലോക സ്വർഗത്തിലേക്ക് കടന്നുവന്ന് സ്വർഗകാവൽക്കാരനായ സയ്യിദുനാ റിദ്വാൻ അലൈഹിസ്സലാമിനോട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുമ്പോ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കും. 4 വിഭാഗം ആളുകൾ
അവര് പറയും, ഞങ്ങളിതാ മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാ, ഞങ്ങളിതാ 4 വിഭാഗം ആളുകൾ. ഒരു വിഭാഗം അള്ളാന്റെ മാർഗത്തിൽ ജീവൻ നൽകി പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ശുഹദാക്കളായി മരണപ്പെട്ട ഷഹീദുമാർ. മറ്റൊരു വിഭാഗം മഖബൂലും മബ്റൂറുമായ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചവർ, അള്ളാഹു സ്വീകരിച്ച തെറ്റുകുറ്റങ്ങളില്ലാത്ത വളരെ യാഥാർത്ഥ ഹക്കായ ഹജ്ജ്, മഖബൂലായ ഹജ്ജ്, മബ്റൂറായ ഹജ്ജ് അത് നിർവഹിച്ചവർ. മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ ഇൽമ പഠിച്ച, ഖുർആൻ പഠിച്ച ഖുർആനിന്റെ അഹ്ലുകാർ, ഇൽമിന്റെ അഹ്ലുകാർ, പടച്ച റബ്ബിന്റെ അഹ്ലുകാർ. 4ാമത്തെ വിഭാഗം പണം ചെലവഴിച്ച് സമ്പത്ത് കൊണ്ട് ദീനീ പ്രവർത്തനങ്ങൾ നടത്തിയ മറ്റൊരു വിഭാഗം. ഈ 4 വിഭാഗം ആളുകൾ അവര് സ്വർഗവാതിൽക്കൽ വന്ന് തുറക്കാൻ ആവശ്യപ്പെടുമ്പോ റിദ്വാൻ അലൈഹിസ്സലാം ചോദിക്കും, ഹിസാബ് കഴിഞ്ഞോ? ഇല്ല, ഹിസാബിന്റെ ലോകം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഹിസാബില്ലാതെ സുഖലോക സ്വർഗത്തിലേക്ക് കടന്നു വരാൻ പടച്ച റബ്ബ് അനുമതി കൊടുത്തവർ എല്ലാവരും ആ സ്വർഗവാതിൽക്കൽ വന്നുകൊണ്ട് തിരക്ക് കൂട്ടുകയാണ്. പെട്ടെന്ന് തുറക്കണം, ഞങ്ങളാണ് ആദ്യം കടക്കേണ്ടത്. ശുഹദാക്കൾ പറയുന്നു, ഞങ്ങളാണ് ആദ്യം സ്വർഗത്തിലേക്ക്. അപ്പോൾ ഹാജിമാര് പറയുന്നു, ഞങ്ങളാണല്ല, ഞങ്ങളാണ്. അപ്പോൾ മറ്റുള്ളവർ, ആ ഉലമാക്കൾ പറയുന്നു, ഞങ്ങളാണ്. സമ്പന്നര്, പണം ചെലവഴിച്ചവർ, അവർ പറയുന്നു, ഞങ്ങളാ. റിദ്വാൻ അലൈഹിസ്സലാം ബേജാറായി. കാരണം ഹിസാബില്ലാതെ അള്ളാഹു ഏറ്റവും ബഹുമാനം കൊടുത്ത 4 വിഭാഗമാണ്. 4 വിഭാഗവും ബഹുമാനിക്കപ്പെടേണ്ടവരാ, ആദരിക്കപ്പെടേണ്ടവരാ. ആരെയാണ് ഞാൻ ആദ്യം കടത്തിവിടുക? റിദ്വാൻ അലൈഹിസ്സലാം മലായികത്തിന്റെ നേതാവായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു. ജിബ്രീലേ, ഇവർ തർക്കിക്കുകയാണ്. 4 വിഭാഗവും ബഹുമാനിക്കപ്പെടേണ്ടവരാ. ഞാൻ ആരെയാണ് ആദ്യം സ്വർഗത്തിൽ കടത്തേണ്ടത്? അവര് 4 കൂട്ടരും പറയുന്നു, ഞങ്ങളാ ആദ്യം കടക്കേണ്ടത്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിലും മധ്യസ്ഥനായി തീർപ്പ് കൽപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചു. ആദ്യം ചോദിച്ചു ശുഹദാക്കളോട്, അല്ല ശുഹദാക്കളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആദ്യം സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് പറയുന്നത്? അവര് പറയും, ജിബ്രീലേ, ഞങ്ങള് ജീവൻ നൽകിയവരല്ലേ, അള്ളാന്റെ മാർഗത്തില് ഞങ്ങളുടെ ജീവൻ തന്നെ സമർപ്പിച്ചവരല്ലേ, രക്തം നൽകിയവരല്ലേ, ജീവത്യാഗം ചെയ്ത് പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ശുഹദാക്കളായവരല്ലേ ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങളല്ലേ ആദ്യം കടക്കേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കും, ശരി, പക്ഷേ നിങ്ങൾക്ക് ഈ ഉന്നതമായ ദീനിന് വേണ്ടി അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച് ഈ സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ ഖബറിൽ ചോദ്യമില്ലാതെ, പരലോകത്തെ ഹിസാബില്ലാതെ സുഖലോക സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ഈ വഴിയെക്കുറിച്ച് പറഞ്ഞു തന്നതാരാ? ആരാണ് പഠിപ്പിച്ചു തന്നത്? അപ്പോൾ അവർ പറയും, ഉലമാക്കളാണ് ജിബ്രീലേ, ഞങ്ങളുടെ ഉസ്താദുമാരാണ് ജിബ്രീലേ. അവര് ഖുർആനിലെ ആയത്തുകൾ ഓതി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാന്റെ മാർഗത്തിൽ പോരാടിയ ശുഹദാക്കളുടെ പ്രതിഫലം, ശുഹദാക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്തുകളെ കുറിച്ച് അള്ളാന്റെ കലാം ഖുർആനിലെ ആയത്തിലൂടെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. മുത്തുനബിയുടെ ഹദീസുകൾ പഠിപ്പിച്ചു തന്നു. ഞങ്ങൾ ആവേശം കൊണ്ട് ഇറങ്ങിത്തിരിച്ചതാണ്. അപ്പോൾ ജിബ്രീൽ ചോദിക്കും, നിങ്ങൾക്ക് പഠിപ്പിച്ച ഉസ്താദുമാരെ ബഹുമാനിക്കണ്ടേ? ആ ആലിമീങ്ങളല്ലേ അപ്പുറത്ത് നിൽക്കുന്നത്, അവരെ ആദരിക്കണ്ടേ, അവരോട് അദബ് പാലിക്കണ്ടേ? അപ്പോൾ അവര് പറയും, ശുഹദാക്കൾ പറയും, ശരി ജിബ്രീലേ, എന്നാൽ ഞങ്ങളുടെ ഉസ്താദുമാരായ, ആലിമീങ്ങളായ, ഹാഫിളീങ്ങളായ, ഖുർആനിന്റെ അഹ്ലുകാരായ അവര് മുന്നിൽ പോകട്ടെ സ്വർഗത്തിലേക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം 2ാമത്തെ വിഭാഗം ഹാജിമാരോട് ചോദിക്കും, നിങ്ങളെന്തേ ആദ്യം സ്വർഗത്തിലേക്ക് തർക്കിക്കുന്നത്?
ജിബ്രീലേ, ഞങ്ങൾ ഏറ്റവും പുണ്യമായ മക്കത്ത് പോയവരല്ലേ, മസ്ജിദുൽ ഹറാമിൽ പോയവരല്ലേ, കഅബാലയം കണ്ടവരല്ലേ, അവിടെ തവാഫ് ചെയ്തവരല്ലേ, ഏറ്റവും പുണ്യമായ അറഫയിൽ സംഗമിച്ചവരല്ലേ, ആ എല്ലാ ഹജ്ജിന്റെ അമലും പൂർത്തിയാക്കി ഒരു പാപവുമില്ലാതെ എല്ലാം കഴുകി ശുദ്ധിയാക്കപ്പെട്ടു വന്നവരല്ലേ, മബ്റൂറും മഖബൂലുമായ ഹജ്ജ് ചെയ്തവരല്ലേ, അതിന് നാടും വീടും കുടുംബവും വിട്ട് യാത്ര ചെയ്തവരല്ലേ, അതിനൊരുപാട് പണം ചെലവഴിച്ചവരല്ലേ, ഏറ്റവും മുഖ്യമായ ഹജ്ജല്ലേ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അവരോടും ചോദിക്കും ജിബ്രീൽ, ആരാണ് ഹജ്ജിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? ഹജ്ജിന്റെ മസ്അലകൾ ആരാ പഠിപ്പിച്ചു തന്നത്? ഹജ്ജിന് പോകണം, പോയാലുള്ള നേട്ടങ്ങൾ, പോകാതിരുന്നാലുള്ള ഭവിഷ്യത്തുകൾ, അതിന്റെ ഫളായിലുകൾ ആരാ പഠിപ്പിച്ചത്? അപ്പോഴും പറയും ഉലമാക്കളാ, ആലിമീങ്ങളാ, മഹാന്മാരാ, പണ്ഡിതന്മാരാ. അപ്പോഴും ജിബ്രീൽ ചോദിക്കും, അവരുടെ അദബ് പാലിക്കണ്ടേ? ഹാജിമാരും പിന്മാറി, ഉലമാക്കൾ ആദ്യം കിടക്കട്ടെ. പിന്നെ സമ്പന്നന്മാരോട്, സദഖ ചെയ്തവരോട്, പണം ചെലവഴിച്ചവരോട് അവര് പറയും, ജിബ്രീലേ, ഏത് കാര്യത്തിനും, അത് ജിഹാദിനാണെങ്കിലും, ഇവർക്ക് ശ്രോതാക്കളാവാനാണെങ്കിലും, ഹാജിമാർക്കാണെങ്കിലും, പള്ളികൾക്കാണെങ്കിലും, മദ്രസകൾക്കാണെങ്കിലും, അറബി കോളേജുകൾക്കാണെങ്കിലും, പാവങ്ങൾക്കാണെങ്കിലും, ഏത് കാര്യത്തിനും പണം ആവശ്യമായിരുന്നില്ലേ? എല്ലാം സമ്പത്ത് കൊണ്ടായിരുന്നില്ലേ? ഞങ്ങളല്ലേ സമ്പത്ത് ചെലവഴിച്ചത്? ഞങ്ങൾ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടാ എല്ലാം ചെയ്തത്. നോമ്പ് തുറപ്പിച്ചത്, സകാത്ത് കൊടുത്തത്, ഹജ്ജിനാളുകളെ പറഞ്ഞയച്ചത്, ദീനീ സ്ഥാപനങ്ങളുണ്ടായത്, ആ പണ്ഡിതന്മാരുണ്ടായത് ഞങ്ങളുടെ പണം കൊണ്ടാ. അപ്പോൾ ജിബ്രീൽ ചോദിക്കും, ആരാണ് സദഖയുടെ ഫളായിലുകൾ പഠിപ്പിച്ചത്? ആരാണ് പണം ചെലവഴിച്ചാൽ ഖബറിലും മഹ്ശറിലും സ്വർഗത്തിലും കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? അവരും പറയും ഉലമാക്കളാ, പണ്ഡിതന്മാരാ, ഹാഫിളീങ്ങളാ, ഉസ്താദുമാരാ. അവരും പിന്മാറി. തീർപ്പായി രാജാതിരാജനായ റബ്ബ് പറഞ്ഞയച്ച ജിബ്രീൽ അലൈഹിസ്സലാം തീരുമാനം പ്രഖ്യാപിച്ചു. മറ്റുള്ളവരുടെ സമ്മതത്തോടുകൂടെ റിദ്വാൻ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, റിദ്വാനേ, സ്വർഗത്തിന്റെ വാതിൽ തുറന്നോളൂ, ആലിമീങ്ങൾ ആദ്യം പ്രവേശിക്കട്ടെ, ഹാഫിളീങ്ങൾ, ഉസ്താദുമാര്, ഇൽമിന്റെ അഹ്ലുകാര് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ സയ്യിദുനാ റിദ്വാനോട് കൽപ്പിക്കുമ്പോ റിദ്വാൻ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. അൽഹംദുലില്ലാഹ്, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാ, സ്വർഗത്തിന്റെ മനോഹരമായ സുഗന്ധം. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ പ്രകാശം, സ്വർഗത്തിന്റെ മനോഹരമായ കാഴ്ചകൾ, അത് തുറക്കപ്പെട്ട സ്വർഗത്തിലേക്ക് ഈ ആലിമീങ്ങളോട് കടന്നോളൂ എന്ന് പറയുമ്പോ ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആലിമീങ്ങള്, ഹാഫിളീങ്ങള്, ഉസ്താദുമാര്, പണ്ഡിതന്മാര് സ്വർഗത്തിലേക്ക് കടക്കാതെ തുറക്കപ്പെട്ട വാതിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് റബ്ബിലേക്ക് കൈയുയർത്തുകയാണ്. അല്ലാഹ്, രാജാതിരാജനായ റബ്ബേ, നിനക്കറിയാമല്ലോ അല്ലാ, ഞങ്ങൾ ആലിമീങ്ങളായത്, ഞങ്ങൾ ഹാഫിളീങ്ങളായത്, ഞങ്ങൾ ഇൽമ് പഠിച്ചത്, ഞങ്ങൾ പണ്ഡിതന്മാരായത് ഇതാ റബ്ബേ ഇവരുണ്ടായത് കൊണ്ടാണ്. സമ്പന്നന്മാരായ ആളുകളെ, പണം കൊടുത്തവരെ, സദഖ ചെയ്തവരെ, സമ്പന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പണം കൊടുത്തവരെ. അതൊരു പക്ഷേ പാവങ്ങളും ഉണ്ടാകാം. ദീനിന്റെ മാർഗത്തിന് പണം കൊടുത്ത ആളുകള് അവരാണ് കാത്തു നിൽക്കുന്നത്. അവരെ ചൂണ്ടിക്കാണിച്ച് റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ, ഇവരില്ലായിരുന്നുവെങ്കിൽ, ഇവര് പണം ചെലവഴിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇവര് ഭക്ഷണം തന്നിട്ടാണ് ഞങ്ങൾ പഠിച്ചത് റബ്ബേ, ഇവര് വസ്ത്രം തന്നിട്ടാണ് ഞങ്ങൾ പഠിച്ചത്, ഇവര് കിതാബ് വാങ്ങി തന്നാ ഞങ്ങൾ പഠനം പൂർത്തിയാക്കിയത്, ഞങ്ങൾ ആലിമീങ്ങളായത്, ഞങ്ങൾ ഹാഫിളീങ്ങളായത്, ഇവരാണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്, ഇവരാണ് വസ്ത്രം തന്നത്, ഇവരാണ് ഞങ്ങൾക്ക് കടന്നുറങ്ങാൻ സൗകര്യം ചെയ്തു തന്നത്, ഇവരാണ് ഞങ്ങൾക്ക് കട്ടിലുകൾ ഒരുക്കി തന്നത്, ഇവരാണ് ഞങ്ങളുടെ അറബി കോളേജിന് ബിൽഡിംഗ് ഉണ്ടാക്കിയത്, ഇവരാണ് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നത്, ഇവര് പണം ചെലവഴിച്ച് പള്ളിയിലാണ് ഞങ്ങൾ കടന്നുറങ്ങിയത്, അവിടെയാണ് ഞങ്ങൾ പഠിച്ചത്. അല്ലാഹുവേ, ഞങ്ങളെ ഏറ്റെടുത്തവരാണ്,
ഞങ്ങളെ ദത്തെടുത്തവരാണ്, ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു തന്നവരാ. അവര് പണം ചെലവഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെ ആലിമീങ്ങളാവുകയില്ലല്ലോ റബ്ബേ, ഞങ്ങളെ ഹാഫിലീങ്ങളാവുകയില്ലല്ലോ റബ്ബേ. അതിന് വഴിയൊരുക്കിയവ അവരാണ് നാഥാ. ഇന്നക ലാ തുളിഉ അജ്റൽ മുഹ്സിനീൻ. ഏറ്റവും നല്ല ഇഹ്സാൻ ചെയ്തവരാണ് അവര്, അവർക്കുള്ള പ്രതിഫലം പാഴാക്കാത്തവനല്ലേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഇവര് പറയൂ, അല്ലാഹുവേ ഞങ്ങൾ ആലിമീങ്ങളും ആഫിലീങ്ങളും ആവാൻ കാരണക്കാരായ അവരാദ്യം സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ സമയത്ത് വിളിച്ചു പറയും ജിബ്രീലിനോട്, റിദ്വാൻ അലൈഹിസ്സലാമിനോട്, ജിബ്രീലേ റിദ്വാനേ, അവര് പറഞ്ഞതാണ് ഹഖ്, അവര് പറഞ്ഞതാണ് ശരി. അതുകൊണ്ട് പണം ചെലവഴിച്ച് ദീനിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച ആളുകൾ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കട്ടെ എന്ന് റബ്ബ് തആല തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അവരാണ് ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് ശഫീഉനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തിനാണ് മുഅ്മിനെ പണം, എന്തിനാണ് സമ്പത്ത്? രാജാതിരാജനായ റബ്ബ് തആല കാത്തുരക്ഷിക്കട്ടെ. അതെന്തിനാണുള്ളത്? 4 മാസം മുമ്പ് ഞങ്ങളുടെ ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ നാട്യമംഗലം എന്ന് പറയുന്ന പ്രദേശത്തെ 4.5 വയസ്സായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് മജ്ജയിൽ ക്യാൻസർ ബാധിച്ചു. പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടി മജ്ജ മാറ്റിവെക്കണം എന്നാണ് ബാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നിന്ന് പറഞ്ഞത്. മജ്ജ മാറ്റിവെച്ച് ഓപ്പറേഷൻ നടത്താൻ നാട്ടുകാരും മുൻകൈയെടുത്തു, തീരുമാനിച്ചു. 42 ലക്ഷം രൂപ അതിനു വേണ്ടി ചെലവ് വരുമെന്ന് പറഞ്ഞു. പള്ളികളിലുമൊക്കെ പിരിവ് നടത്തി, ആളുകളൊക്കെ സഹായിച്ചു, ഗൾഫുകളിലൊക്കെ പിരിവ് നടന്നു. എന്നിട്ട് ആ പൊന്നുമോളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് തീരുമാനിച്ച് 42 ലക്ഷം രൂപ ചെലവഴിച്ച് ആ പൊന്നുമോളുടെ മജ്ജ മാറ്റിവെച്ചു. പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ആ പൊന്നുമോളും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 42 ലക്ഷം രൂപ എന്തിനാണുള്ളത്? രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അസ്സദഖത്തു റദ്ദുൽ ബലായ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ റബ്ബ് തടുക്കുക. മാരകമായ രോഗങ്ങളാണെങ്കിലും, കടങ്ങളാണെങ്കിലും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും, പരീക്ഷണങ്ങളാണെങ്കിലും, ദുനിയാവിൽ തന്നെ വരുന്ന ബലാഉകളെ അള്ള തടുക്കുന്നത്, തട്ടിമാറ്റുന്നത് സദഖകളെ കൊണ്ടാണ് എന്ന് പഠിപ്പിച്ചത് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മൾ ചിന്തിക്കണം, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതുണ്ടാകും, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതുണ്ടാകും. അല്ലാത്തതെല്ലാം ഈ ദുനിയാവിൽ കഴിഞ്ഞു പോകും. നമ്മൾ ഒരുപാട് പണമുണ്ടാക്കി, ഭൂമികൾ വാങ്ങിക്കൂട്ടി, അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ടായി, ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉണ്ടായി, നമ്മൾ ഈ ലോകത്തോട് വട പറഞ്ഞു പോയാൽ നമുക്കെന്താ ഉള്ളത്? നമ്മൾ കഴിച്ച ഭക്ഷണം പോലും മുഴുവൻ നമുക്കല്ല. മഹാന്മാര് പറഞ്ഞു, നീ കഴിച്ച ഭക്ഷണം അതിൽ നിന്ന് ദഹനം നടന്ന് നിന്റെ ശരീരത്തിലേക്ക് ഉപകാരപ്പെട്ടത് മാത്രമേ നിനക്ക് ഉപകാരമുള്ളൂ. ബാക്കിയുള്ളത് പോലും നീ കഴിച്ചത് മുഴുവനും നിനക്ക് കിട്ടിയില്ല. ബാക്കിയുള്ളത് മാലിന്യമായി പുറത്തേക്ക് പോയി. നിന്റെ വസ്ത്രം, നിനക്ക് കിടക്കാൻ, കടന്നുറങ്ങാൻ കുറഞ്ഞ ഒരു സ്ഥലം, അങ്ങനെ ദുനിയാവിൽ കുറച്ചു കാലം കഴിഞ്ഞുകൂടി. നീ ഖബറാളിയായി കഴിഞ്ഞാൽ ലിമൻ മലക ദുനിയാ ബി അജ്മഇഹാ അൽറാഹ മിൻഹാ ബിഗൈരിൽ ഖുത്നി വൽ കഫനി. ഒന്നും കൊണ്ടുപോകാനില്ല. പൊന്നുമോളെ, നിന്റെ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റി. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നിന്റെ കയ്യിലണിഞ്ഞ വിലപിടിപ്പുള്ള വാച്ചഴിച്ചു മാറ്റി. നിന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ഊരി മാറ്റി. എന്നിട്ട് നിനക്ക് പൊതുവെ ഇഷ്ടമില്ലാതിരുന്ന
വെളുത്ത 3 കഷ്ണം തുണിയിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞ് ദ്വാരങ്ങളിൽ പഞ്ഞിക്കെട്ടുകൾ വെച്ച് ഒരൽപ്പം പഞ്ഞിയോ നിന്റെ ശരീരം കെട്ടിപ്പൊതിയാനുള്ള കഫൻ തുണിയുമല്ലാതെ നിന്റെ സമ്പത്തിൽ നിന്ന് എന്താണ് നിന്റെ കൂടെ കൊണ്ടുപോകാനുള്ളത്? ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമുക്ക് പരലോകത്തേക്കുള്ളത് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച നന്മകളാണ്. ഖബറിൽ മുറിയാതെ ഒഴുകി വരുന്ന ചില നന്മകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, എന്റെ പൊന്നു യുവാക്കളെ, നമ്മൾ ആരോഗ്യമുള്ളവരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ആരോഗ്യം, നമ്മുടെ യുവത്വം, നമ്മുടെ ചെറുചെറുക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യം ചെലവഴിക്കേണ്ടത്, നമ്മുടെ ശക്തി ചെലവഴിക്കേണ്ടത്, നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിവരവും നമ്മുടെ യോഗ്യതയും നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും എല്ലാം ഏത് മാർഗത്തിലാ ചെലവഴിക്കേണ്ടത്? നന്മയുടെ നാളെ പരലോകത്ത് നമ്മൾ മരിച്ചുപോയാൽ ഖബറിലേക്ക് ഒഴുകി വരേണ്ട പുണ്യമായ മാർഗങ്ങളിൽ ഒരു ആറാബി അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ, യുവാവാണ്, നാട്ടമ്പുറത്തുകാരനാ, അപരിഷ്കൃതനാ, കൂടുതൽ വിവരമില്ലാത്തവനാ. ഒരു ചെറുപ്പക്കാരനായ ആറാബി വന്ന് മുത്തുനബിയോട് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, എനിക്ക് സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, കൂടുതൽ അധ്വാനിക്കാൻ എനിക്ക് വയ്യ, ഞാനൊരു അപരിഷ്കൃതനാ, നാട്ടുമ്പുറത്തുകാരനാ, ഞാനൊരു ആറാബിയാ, അതുകൊണ്ട് എളുപ്പത്തിൽ സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരുമോ നബിയേ? കൂടുതൽ അധ്വാനിക്കാൻ വയ്യ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുലിൽ അദൽ വഅതിയൽ ഫളൽ, നീ നിന്റെ സംസാരത്തിൽ നീതി പാലിക്കണം, നീ പറയുന്നത് സത്യമാവണോ, നാക്കുകൊണ്ട് ഹറാമ് പറഞ്ഞു പോകരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കളവ് പറയരുത്, നാക്കുകൊണ്ട് പറയുന്നത് മുഴുവനും അദലായിരിക്കണം, നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം. പിന്നെയോ നിനക്കോരോ ദിവസവും കിട്ടുന്ന വരുമാനത്തിലും മിച്ചം വരുന്നത്, നിന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് നീ മറ്റുള്ളവർക്ക്, പാവങ്ങൾക്ക് സദഖ ചെയ്യണോ? അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് മുഴുവനായി ഏറ്റെടുക്കാൻ കഴിയില്ല, ഞാനൊരു അപരിഷ്കൃതനാ, ഒരു ആറാബിയ, അതുകൊണ്ട് എന്റെ നാക്കിനെ എപ്പോഴും സൂക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ ശ്രമിക്കാമെന്നേ പറയൂ, എനിക്ക് ധൈര്യമില്ല ഏറ്റെടുക്കാൻ നബിയെ. അതേപോലെ എല്ലാ ദിവസവും മിച്ചം കിട്ടുന്നത് സദഖ ചെയ്യണമെന്ന് പറഞ്ഞാലും എനിക്ക് കഴിയില്ല നബിയെ, മറ്റെന്തെങ്കിലും പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഇഫ്ശാഉസ് സലാമി വ ഇത്ആമുത് തആം, സലാമിനെ വ്യാപിപ്പിക്കുക, ആളുകളോടൊക്കെ സലാം പറയാ. സലാം ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ്. സലാം എന്നത് ഏറ്റവും നല്ല ഒരു ദുആയാണ്. അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പോൾ അവരിങ്ങോട്ട് തിരിച്ചും ദുആ ചെയ്യും, നിങ്ങൾക്കും വഅലൈക്കുമുസ്സലാം, നിങ്ങൾക്കും രക്ഷ ഉണ്ടാവട്ടെ, വറഹ്മത്തുള്ളാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തും ഉണ്ടാവട്ടെ, വബറകാത്തു, പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയാണ് സലാം പറയൽ. അതിനെ വ്യാപിപ്പിക്കാൻ പറഞ്ഞു. പിന്നെയോ ഇത്ആമുത് തആം, എല്ലാ ദിവസവും നീ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി സാധുക്കൾക്ക് കൊടുക്ക്. അപ്പോഴും പറഞ്ഞു, നബിയെ അതും എനിക്ക് കഴിയില്ല, കാരണം ഏതെങ്കിലും ആലോചനയിലോ ചിന്തയിലോ വിഷമത്തിലോ ഒക്കെ നടന്നു പോകുമ്പോ ആളുകളെ കണ്ട് മൈൻഡ് ചെയ്യാതെ മിണ്ടാതെ സലാം പറയാതെ കടന്നുപോയാൽ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിയില്ല നബിയെ. എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി സദഖ ചെയ്യുക, അതും അസാധ്യമാണ് നബിയെ. അതിനേക്കാൾ എളുപ്പമുള്ള മറ്റെന്തെങ്കിലും പറഞ്ഞു തരുമോ? അപ്പോൾ മുത്തുനബി പറഞ്ഞു, ചോദിച്ചു, ഹല്ലക മിൻ ഇബിൽ, നിനക്ക് ഒട്ടകങ്ങളുണ്ടോ? നാം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയെ. നിനക്ക് നല്ല വലിയ തോൽപാത്രങ്ങളുണ്ടോ? അതുമുണ്ട് നബിയെ. ഉൻദുർ മിൻ ഇബ്ലിക ബഈറ, എന്നാൽ നിന്റെ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നല്ല ഒരു ഒട്ടകത്തെ നീ തെരഞ്ഞെടുക്കണം, നല്ല ഒരു ഒട്ടകത്തെ നീ സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന വലിയൊരു തോൽപാത്രവും കരുതണം. എന്നിട്ട് മദീനത്തെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്.
അല്ലദീന ലാ യശ്റബൂനൽ മാഅ ഇല്ലാ ഗിബ്ബാ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവർക്ക് കുടിവെള്ളം ലഭിക്കുക. നീ വെള്ളമുള്ള ഇടത്ത് പോയി, നീ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനല്ലേ, നിന്റെ ഒട്ടകപ്പുറത്ത് തോൽപാത്രത്തില് കുടിവെള്ളം ശേഖരിച്ച് നാട്ടിലെ പാവങ്ങൾക്ക്, വിധവകളാണ്, ഉമ്മമാരാണ്, പ്രായമുള്ളവരാണ്, കുടിവെള്ളക്ഷാമം നേരിടുന്നവരാ, അവർക്ക് നീ എല്ലാ ദിവസവും വെള്ളം വിതരണം ചെയ്യുമോ? ഇത് കേട്ടപ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി ഏറ്റെടുത്തു. നബിയെ, ഞാൻ ആരോഗ്യമുള്ളവനാ നബിയെ, എനിക്ക് താല്പര്യമുള്ള വിഷയമാണ് നബിയെ, എനിക്ക് ഒട്ടകമുണ്ട് നബിയെ, എനിക്ക് തോൽപാത്രമുണ്ട് നബിയെ, ഞാനത് ചെയ്തുകൊള്ളാം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ തക്ബീർ ചൊല്ലി ആ ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് മുത്തനബിയോട് സലാം പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിലെ സഹാബത്തിനെ ചൂണ്ടിക്കാണിച്ചു. സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, നഅം, അതാ ആ നടന്നു പോകുന്നത് സുഖലോക സ്വർഗത്തിലേക്കാണെന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം, ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ഉമ്മ വഫാത്തായി മരണപ്പെട്ടപ്പോ, മുത്തുനബിയെ, എന്റെ ഉമ്മ മരിച്ചുപോയി, ഖബറിൽ കിടക്കുന്ന ഉമ്മയുടെ പരലോക ഗുണത്തിന് ഞാൻ എന്തൊരു നന്മയാണ് ചെയ്യേണ്ടത്, എന്തൊരു സദഖയാ ഞാൻ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽമാ, വെള്ളം. മദീനത്ത് 2 കിണർ കുഴിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു, ഹാദാ ലിഉമ്മി സഅദ്, ഇത് സഅദിന്റെ ഉമ്മാന്റെ പേരിലാ, അത് പൊതുജനങ്ങൾക്ക് വഖഫ് ചെയ്തു, അവർക്ക് കുടിവെള്ള സൗകര്യം ചെയ്തു കൊടുത്തു. മദീനത്ത് ബിർ റോമ എന്ന പേരുള്ള ഒരു കിണറുണ്ടായിരുന്നു. ഒരു യഹൂദിയുടെ കയ്യിലായിരുന്നു. യഹൂദി അതിലെ വെള്ളം വിൽക്കുകയായിരുന്നു. ആര് കുടിവെള്ളം ചെന്ന് ചോദിച്ചാലും പണം കൊടുത്താൽ വെള്ളം കൊടുക്കൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരാണ് ആ യഹൂദിയിൽ നിന്ന് വാങ്ങുക, എന്നിട്ടത് പൊതുവായി വഖഫ് ചെയ്യുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 30,000-ലധികം ദിർഹം കൊടുത്തുകൊണ്ട് ആ കിണർ വാങ്ങി മുഅ്മിനീങ്ങൾക്ക് വഖഫ് ചെയ്തു. അത് ബിർ ഉസ്മാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇപ്പോഴും ആ കിണർ സംരക്ഷിക്കപ്പെട്ടു വരികയാ സൗദി അറേബ്യയിൽ, മദീനയിൽ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എത്ര വലിയ നിഅമത്താണ്, എത്ര വലിയ പ്രതിഫലമാണ് സുഖലോക സ്വർഗത്തിന് വാഗ്ദാനം ചെയ്തെന്നറിയോ? ചിന്തിക്കണം. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ സുബ്ഹാനല്ലാഹ് വേനൽ കനക്കുകയും കുടിവെള്ളക്ഷാമം നേരിടുകയും പടച്ച റബ്ബ് അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. മഹാരാഷ്ട്രയിലെ ലാത്തൂർ എന്ന് പറയുന്ന മണ്ഡലത്തില് 1,00,000-ലധികം വരുന്ന ആളുകള് നാട് വിട്ടു എന്നാണ് പത്രമാധ്യമങ്ങൾ പറഞ്ഞത്. എന്തേ? വെള്ളമില്ലാത്ത കാരണത്താൽ. വെള്ളമില്ല. കിലോമീറ്ററുകൾ നടന്നു പോയാലും വെള്ളമില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഗവൺമെന്റ് വിതരണം ചെയ്യുന്ന അതിൽ നിന്ന് ഒരു കുടം വെള്ളം കിട്ടാൻ വേണ്ടി തമ്മിലടിച്ച് വളരെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നാട്. ഒരു തുള്ളി ദാഹജലമില്ലാതെ സുബ്ഹാനല്ലാഹ് സ്വന്തം നാട്, ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ മുഴുവനും നാടൊഴിഞ്ഞു പോകേണ്ട പരീക്ഷണം അല്ലാഹു നമ്മുടെ ഈ രാജ്യത്താണ് കൊടുക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്ന ഹാറൂൻ റഷീദിനോട് ചോദിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ തന്റെ കൊട്ടാരത്തിലിരിക്കുമ്പോ ദാഹിച്ച ഹാറൂൻ റഷീദ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരു പാത്രത്തിൽ ഭൃത്യന്മാര് വെള്ളം കൊണ്ടുകൊടുത്തു. ആ കൊട്ടാരത്തിലെ ഒരു പണ്ഡിതൻ വെള്ളം കുടിച്ചു കഴിഞ്ഞ ഭരണാധികാരിയോട് ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, പ്രിയപ്പെട്ട ഹാറൂൻ റഷീദ് ഭരണാധികാരിയോട്, നിങ്ങളിപ്പോൾ വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാഹ്, ആ വെള്ളം തന്ന റബ്ബിനാണ് ഏറ്റവും വലിയ ശുക്ർ, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ചോദിച്ചു, അല്ല ഭരണാധികാരി, നിങ്ങളിപ്പോൾ ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് വെള്ളം ലഭിച്ചില്ലെങ്കിൽ
നിങ്ങളുടെ ഈ നാട്ടിൽ നിങ്ങളുടെ ദാഹം തീർക്കാൻ ഒരു തുള്ളി ശുദ്ധജലം, ഒരു തുള്ളി വെള്ളം റബ്ബ് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എവിടെയാണോ വെള്ളമുള്ളത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിന് എത്ര പണം ചെലവഴിക്കേണ്ടി വന്നാലും ഞാൻ ചെലവഴിക്കും. അതിന് എത്ര ആഴത്തിന് കിണർ ഒഴിക്കേണ്ടി വന്നാലും ഞാൻ കുഴിക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിന്, ഒരു മനുഷ്യന്റെ ദാഹം തീർക്കാൻ ഒരു തുള്ളി വെള്ളത്തിന് ഈ പണ്ഡിതൻ അങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു, നിങ്ങൾ എത്ര ദിർഹം ചെലവഴിക്കോ, നിങ്ങൾ എത്ര ദീനാറ് ചെലവഴിക്കോ? അങ്ങനെ ചോദിച്ച അദ്ദേഹം അവസാനം പറഞ്ഞു, എന്റെ അധികാരത്തിന്റെ, എന്റെ സമ്പത്തിന്റെ അതിന്റെ പകുതി, കോടാനുകോടിയുടെ സ്വത്ത് മുഴുവനും ചെലവഴിക്കേണ്ടി വന്നാലോ ദാഹം സഹിക്കവയ്യാതായാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി അത് ഞാൻ ചെലവഴിക്കാൻ തയ്യാറാകുമെന്ന് ഭരണാധികാരി സമ്മതിച്ചു. ഈ പണ്ഡിതൻ അങ്ങനെ ചിന്തിപ്പിച്ചു, സമ്മതിപ്പിച്ചു. പിന്നെ രണ്ടാമത് ചോദിച്ചു, പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ കുടിച്ച വെള്ളം ഒരൽപ്പം കഴിഞ്ഞാൽ അത് മൂത്രമായി പുറത്തേക്ക് പോകും. അത് മൂത്രം പുറത്തേക്ക് പോയില്ലെങ്കിലോ നിങ്ങളുടെ മൂത്രാശയത്തിന് പടച്ചറബ് എന്തെങ്കിലും രോഗം തന്ന് ആ മൂത്രം വയറ്റിൽ കെട്ടിക്കിടന്ന് വേദനിച്ച് പ്രയാസപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചികിത്സിക്കും. എങ്ങനെ ചികിത്സിക്കും? എവിടെ പോയും ചികിത്സിക്കും. എത്രയും മുതൽ ചെലവഴിക്കും? ഹാറൂൻ റഷീദ് പറഞ്ഞു, കോടാനുകോടി. എന്റെ ശരീരം തളർന്നു പോയാൽ, എന്റെ ശരീരം വേദനിച്ചു പോയാൽ, മൂത്രവും മലവും കെട്ടിക്കിടന്ന് ഞാൻ കുടുങ്ങിപ്പോയാൽ അത് തുറക്കാനോ അത് പുറത്തേക്കെടുക്കാനോ എത്ര പണവും ഞാൻ ചെലവഴിക്കാൻ തയ്യാറാകും. എന്റെ അധികാരത്തിന്റെയും സ്വത്തിന്റെയും അത് പകുതിയല്ല മുഴുവനും ചെലവഴിക്കേണ്ടി വന്നാലും. അപ്പോൾ ഇടം ചോദിച്ചു, കോടാനുകോടി സ്വത്ത്, ആ സ്വത്തിന് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെയും ഒരൽപ്പം മൂത്രത്തിന്റെയും വിലയും മാത്രമേ ഉള്ളൂ. ഹാറൂൻ റഷീദ് പൊട്ടിക്കരഞ്ഞുപോയി. രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ അമഹാനായ ചക്രവർത്തി പൊട്ടിക്കരഞ്ഞുപോയി. അവരെ ചിന്തിപ്പിച്ചുപോയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അൽഹംദുലില്ലാഹ്, പടച്ചറബ് നമുക്ക് ചെയ്യുന്ന നിഅമത്തുകൾ എത്രയാണ്, ഗൗരവത്തിൽ ആലോചിക്കണം. ഇനി ഞാനാണെന്നോ ഓർമ്മ, നമ്മുടെ സുപ്രഭാതത്തിൽ മനോഹരമായ ഒരു ഫോട്ടോ സഹിതം ഒരു വാർത്ത വന്നു. കായലിലൂടെ ഒരു ചെറിയ കൊച്ചു വള്ളം തുഴഞ്ഞു പോകുന്ന ഒരു സഹോദരൻ, 4-5 കുടങ്ങളും 2 ബക്കറ്റും വെച്ച് തന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരെ നിന്ന് കായലിലൂടെ കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു സഹോദരൻ. കായലിലൂടെയാണ് കുടിക്കാനുള്ള വെള്ളം ഒരുപാട് പ്രയാസം സഹിച്ച് തന്റെ ആ കൊച്ചുവെള്ളം തുഴഞ്ഞു കൊണ്ടുപോകുന്നത്. കടലുണ്ട്, കായലുകളുണ്ട്. പടച്ചറബ് കുടിക്കാൻ വെള്ളം തന്നില്ലെങ്കിലോ? അല്ലാഹു പരമപരിശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ സ്വത്ത് മുഴുവനും ചെലവഴിച്ചാലും കിട്ടാത്ത വെള്ളം പടച്ചറബ് നമുക്ക് നിഅമത്തായി തന്നു. ആ നിഅമത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, മറ്റുള്ളവർക്ക് കൊടുപ്പിക്കാൻ ബാധ്യതയുണ്ട്. കുടിവെള്ളം വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും സർക്കാരിനും മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. മുഅ്മിനീങ്ങൾ, നന്മയുടെ വഴികൾ, പ്രത്യേകിച്ച് യുവസമൂഹം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് നാളെ പരലോകത്ത് വിജയിക്കാനുള്ള ഏറ്റവും വലിയ സ്വത്ത്. ഒരു ഹദീസിൽ കാണാൻ 7 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. 7 കാര്യങ്ങൾ. നമ്മൾ മരിച്ചാൽ നമ്മുടെ എല്ലാ അമലും മുറിഞ്ഞു പോകും. 7 കാര്യങ്ങൾ മുറിയാതെ അതിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. അതിലൊന്നാണ് മൻ വറസ മുസ്ഹഫ വമൻ അല്ലമ ഇൽമ. ആരെങ്കിലും ഇൽമ പഠിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ ഇതൊക്കെ പെട്ടു. നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരാൾ ആലിമായാൽ, ഒരാള് ഖുർആനിന്റെ അഹ്ലുകാരനായാൽ, അള്ളാഹുവിന്റെ കലാമിന് ഖുർആനിന് ഒരാൾ ഖിദ്മത്ത് ചെയ്ത് അതിനെ അനന്തരമാക്കി എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ഒരു പള്ളിയിലേക്ക് ഒരു മുസാഫ് വഖഫ് ചെയ്യുന്നത് മുതൽ ഒരു ഹാഫിളിനെ ഏറ്റെടുക്കുന്നത് മുതൽ നമ്മുടെ പ്രവർത്തനം മുഖേന ഒരാൾ ഖുർആനിന്റെ അഹ്ലുകാരനായി മാറുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ മരിച്ചാൽ ഖബറിലേക്ക് ഒഴുകി വരുന്ന പുണ്യകർമ്മമാണ്. ഇൽമിന്റെ വഴിക്ക് ഇൽമ പഠിപ്പിക്കുന്നത്,
അവർക്ക് കിതാബ് വാങ്ങിക്കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത്, സഹായിക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് നാളെ പരലോകത്ത് ഖബറിലേക്ക് ഒഴുകി വരുന്ന വഴിയാണ്. ആ 7 കാര്യങ്ങളിൽ മറ്റൊന്ന് വമൻ ഹഫറ ബിഅറൻ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചാൽ, ഔ ഖറാ നഹറൻ, അല്ലെങ്കിൽ ഒരു നദിയോ ഒരു പുഴയോ ഒരു അരുവിയോ ഒരു കനാലോ അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈനോ, കുടിവെള്ള വിതരണത്തിന് 2 കാര്യങ്ങൾ അല്ലെ, ആകെ 7 കാര്യങ്ങളാ പറഞ്ഞത്. അതിൽ 2 കാര്യം ഖുർആനും ഇൽമുമായി ബന്ധപ്പെട്ടതാണ്, 2 കാര്യം വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ആരെങ്കിലും ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ, മരം നടലാണ്. ആർക്കെങ്കിലും സ്വാലിഹായ ഒരു കുട്ടി, സ്വാലിഹീങ്ങളായ മക്കളുണ്ടായാൽ, ഇങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മങ്ങൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ മുൻഗാമികൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുന ചാപ്പനങ്ങാടി വലിയുല്ലാഹി വാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകനും കേരളത്തിലെ അറിയപ്പെട്ട വലിയും ആരിഫും കറാമത്തിന്റെ ഉടമയുമായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദിനും ബഹുമാനപ്പെട്ട ശൈഖുന ചെറുശ്ശേരി ഉസ്താദിനും ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനും അങ്ങനെയുള്ള ഒരുപാട് മഹാരഥന്മാർക്ക് ഖാദിരിയ തരീഖത്തിന്റെ പുണ്യമായ അമലുകൾ കൈമാറിക്കൊടുത്ത ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദ ഒരു ദിവസം ശൈഖുന കോയക്കുട്ടി ഉസ്താദ് കാണാൻ ചെന്നപ്പോ ചോദിച്ചു, കോയക്കുട്ടി മുസ്ലിയാരെ, നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹു കബൂലാക്കുമോ? എന്തുറപ്പാ ഉള്ളത്? നമ്മൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? ആർക്കറിയാം. നോമ്പ് നോൽക്കുന്നുണ്ട്, നമ്മളൊക്കെ ദിക്റ് ചൊല്ലുന്നുണ്ട്, ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹു കബൂലാക്കോ? വേദനയോടെ ശൈഖുന കോയക്കുട്ടി ഉസ്താദിനോട് ചോദിച്ചു. മഹാനവറുകൾ കോയക്കുട്ടി ഉസ്താദ് അങ്ങനെ കേട്ടിരുന്നു, കാരണം തന്റെ ശൈഖാണ്, ഗുരുവര്യന, അതപോടെ അങ്ങനെ കേട്ടിരുന്നു. എന്താണ് മഹാനവറുകളെ നമ്മൾ ചെയ്യേണ്ടത്, എന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, കോയക്കുട്ടി മുസ്ലിയാരെ, നമുക്ക് സമാധാനത്തോടെ, നമുക്ക് ഉറപ്പോടെ നാളെ ഖബറിലും മഹ്ശറിലും നാളെ സ്വർഗ്ഗത്തിലും കാത്തിരിക്കാൻ നമുക്ക് ഉറപ്പുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം. ഇതൊക്കെ അള്ളാഹ് കബൂലാക്കുമല്ലോ, നമുക്ക് ഉറപ്പില്ല, അള്ളാഹ് കബൂലാക്കട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു നമുക്ക് ഉറപ്പുള്ള എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മഹാനവറുകൾ പറഞ്ഞു, നമ്മുടെ അനന്തരാവകാശികളായി ഇൽമിന്റെ അഹ്ലുകാര് നിലനിൽക്കാൻ, ഖുർആനിന്റെ അഹ്ലുകാര് നിലനിൽക്കാൻ, ദീനീ പ്രവർത്തകര് നിലനിൽക്കാൻ നമുക്കൊരു ദീനീ സ്ഥാപനം തുടങ്ങണം. അവിടെ യതീമുകളായ മക്കളെ പഠിപ്പിക്കണം, അഗതികളായ പാവങ്ങളെ സംരക്ഷിക്കണം, അവിടെ മുതഅല്ലിമീങ്ങൾ ഉണ്ടാവണം, ഖുർആൻ പഠിക്കുന്നവരുണ്ടാകണം. അങ്ങനെ ഒരു ദീനീ സ്ഥാപനം ഉണ്ടാക്കിയാൽ നാളെ ഖബറിടത്തിലേക്ക് മഹ്ശറയിലേക്ക് നമുക്ക് ഉറപ്പോടെ കാത്തിരിക്കാൻ പറ്റുന്ന പുണ്യമാ. അങ്ങനെയാണ്, ആ തീരുമാനത്തിൽ നിന്നാണ്, ആ ചർച്ചയിൽ നിന്നാണ് മലപ്പുറം ജില്ലയിലെ വളവന്നൂരിലെ ബാഫഖി യതീംഖാന ഉണ്ടാകുന്നത്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പേരിൽ ആ സ്ഥാപനത്തില് യതീംഖാനയുണ്ട്, ഹിഫ്ളുൽ ഖുർആൻ കോളേജുണ്ട്, വാഫി കോളേജുണ്ട്, ദീനീ സ്ഥാപനങ്ങള് അതിന്റെ വലിയൊരു സമുച്ചയമായി, ഏറ്റവും വലിയ അത്ഭുതമായ ഒരു കറാമത്തായി, മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ കറാമത്തായി. ഇപ്പോഴും അവിടെ പോയാൽ അറിയാം, പിരിവോ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങളോ ഒന്നുമില്ലാതെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാ. അവിടുത്തെ മാനേജർ അടിമാലിക്കാരൻ മുഹമ്മദ് മുസ്ലിയാർ ഈ അടുത്ത് ചെന്നപ്പോ പറഞ്ഞു, ഇത് കറാമത്തിന്റെ സ്ഥാപനമാണ്, ഇങ്ങോട്ട് ആവശ്യമുള്ളത് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചാപ്പനങ്ങാടി ഉസ്താദിന്റെ കറാമത്താണ്, അവര് സ്ഥാപിച്ചതാണ്, അവരുടെ ദുആയാണെന്ന് പറഞ്ഞ് ചിന്തിക്കണം. അവര് പോലും അവർക്ക് ഏറ്റവും വലിയ സൂക്ഷിപ്പ് സ്വത്തായി ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. ഔലിയാക്കളുടെ ഒക്കെ വഴി അതായിരുന്നു അല്ലേ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പണം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, പാവങ്ങൾക്ക് വേണ്ടിയും ദീനിന് വേണ്ടിയും ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും. കാരണം നാളെ ധൈര്യത്തോടെ ഞാൻ മരിച്ചു പോയാൽ ഇതുണ്ട് എന്ന ഏറ്റവും വലിയ സന്തോഷത്തോടുകൂടെ നമുക്ക് കാത്തിരിക്കാൻ. ഞാനിത് പറയുന്നത് എന്നോട് ഇവിടെ
പിരിവ് നടത്താനോ അല്ലെങ്കിൽ ഈ സമയം അതിനുവേണ്ടി ഉപയോഗിക്കാനോ ഏൽപ്പിച്ചതുകൊണ്ടല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഉത്തമമായ ഈ ഒരു അവസരം അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. സമയം വൈകിയതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോവുകയല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഈ 2-3 ദിവസം ഇവിടെ ഒരുമിച്ചുകൂടി നമ്മുടെ ഈ വാർഷിക പരിപാടി, സനദ്ദാന പരിപാടി അൽഹംദുലില്ലാഹ് ഭംഗിയായി കഴിഞ്ഞു. ഇങ്ങനെ അങ്ങ് പിരിഞ്ഞു പോയാൽ അത് മാത്രം അവശേഷിച്ചുകൊണ്ടുള്ള ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി തങ്ങൾ ദുആക്ക് നേതൃത്വം നൽകി അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യമായ സദസ്സ് നമുക്കെല്ലാവർക്കും ഹാഫിളീങ്ങളാവാൻ കഴിഞ്ഞിട്ടില്ല, ആലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല അല്ലേ? പക്ഷേ ഇന്നത്തെ പൊതുസമൂഹം വലിയ ആഗ്രഹമുള്ളവരാണ്, വലിയ താല്പര്യമുള്ളവരാണ്. മക്കളെ പഠിപ്പിക്കാനും പേരക്കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടിയ ഈ ഉന്നതമായ ഒരു അവസരം നമുക്ക് റാഹത്തായി ഈ പരിപാടി നല്ല ഈ മജ്ലിസ് ഒരു ദുആയോടുകൂടെ കൂടുതൽ താമസിയാതെ നമുക്ക് അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ഞാൻ വളരെ വിനയത്തോടുകൂടെ ഈ പുണ്യമായ സദസ്സ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ വളരെ ആവേശത്തോടെ നേരത്തെ വന്ന് നിങ്ങൾ ഇത്രയും സമയം കാത്തിരുന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. സാധാരണ ഇങ്ങനെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഉദ്ഘാടനവും ദുആയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ പോകാറാ പതിവ്. ഈ സദസ്സ് പോയിട്ടില്ല, അനങ്ങിയിട്ടില്ല. നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ചെറിയ ഉഷ്ണമുണ്ട് സഹിച്ച് അല്ലേ? പുരുഷന്മാരുടെ ഭാഗത്തും സ്ത്രീകളുടെ ഭാഗത്തൊക്കെ അതിന്റെ അടയാളങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പടച്ച റബ്ബ് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എന്നാലും നമ്മൾ കാത്തിരിക്കുന്നത് ഈ സദസ്സിന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമ്പത്തിൽ നിന്ന് പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഒരു വിഹിതം, ചെറിയ ഒരു വിഹിതം ഈ ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി നീക്കിവെച്ചാൽ ഇത് വളരെ സന്തോഷം തോന്നിയത്. സാധാരണ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ദർസാണ്, അല്ലെങ്കിൽ അറബി കോളേജാണ്, അല്ലെങ്കിൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജാണ്. ഇത് വെറും ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് അല്ല. ഇത് നമ്മുടെ ലക്ഷ്യം 8 വർഷം കൊണ്ട് ഹാഫിളീങ്ങളും ആലിമീങ്ങളും അതോടൊപ്പം ഡിഗ്രിയും ഒക്കെയുള്ള നല്ല ഒരു തലമുറയെ വാർത്തുവിടുക എന്ന ലക്ഷ്യത്തോടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. അവർക്ക് താമസിക്കാനും അവർക്ക് പഠിക്കാനുമുള്ള സൗകര്യത്തിന് വേണ്ടി നിങ്ങളൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കാൻ 30 കുട്ടികൾക്ക് അതിന്റെ ആ പൂർത്തീകരണത്തിന് 7.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു 25,000 രൂപയാണ് അതിന് ചെലവ് വരിക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, നിങ്ങൾ മാനത്തേക്ക് ആകാശത്തേക്ക് നോക്കുമ്പോ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണാറില്ലേ? ഉണ്ട് നബിയെ. അതേപോലെ അതിനേക്കാൾ വെളിച്ചത്തിൽ, അതിനേക്കാൾ സലക്കത്തിൽ കോടിക്കണക്കിന് മലായിക്കത്ത് മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ഭൂമിയിൽ മിന്നിത്തിളങ്ങുന്ന ചില കെട്ടിടങ്ങൾ അവർ കാണും. അതേതാ? ഗൾഫ് രാജ്യങ്ങളിൽ അറിയപ്പെട്ട കെട്ടിടങ്ങളാണോ? ബുർജ് ഖലീഫയാണോ? അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ താജ്മഹലാണോ? ചെങ്കോട്ടയാണോ? അല്ല. വൈറ്റ് ഹൗസ് അല്ല. രാഷ്ട്രങ്ങളിലെ പാർലമെന്റുകളല്ല. ഏറ്റവും വിലപിടിപ്പുള്ള കൊട്ടാരങ്ങളല്ല. പ്രഭാപൂരിതമായി മിന്നിത്തിളങ്ങി നമ്മൾ കാണുന്ന കെട്ടിടങ്ങളല്ല. നമ്മൾ ചിലപ്പോ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോ മിന്നിത്തിളങ്ങുന്ന കെട്ടിടങ്ങൾ കാണാം. അതല്ല, മലായിക്കത്ത് ചിലപ്പോ അവിടെയൊക്കെ ഇരുട്ടായിട്ടാണ് കാണുക. മലായിക്കത്ത് മിന്നിത്തിളങ്ങുന്ന കെട്ടിടങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 2 കെട്ടിടങ്ങളാണ്. ഒന്ന് പടച്ച റബ്ബിന്റെ പള്ളികൾ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ. 2 ഖുർആൻ പഠിച്ച ആലിമീങ്ങൾ കിടന്നുറങ്ങുന്ന ഭവനങ്ങൾ. ഖുർആൻ പഠിച്ച ആലിമീങ്ങൾ,
ഖുർആൻ പഠിച്ച ആലിമീങ്ങൾ അവര് വിശ്രമിക്കുന്ന, അവര് കിടന്നുറങ്ങുന്ന, അവര് കഴിഞ്ഞുകൂടുന്ന ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ, ഒന്ന് റബ്ബിന്റെ പള്ളികൾ, മറ്റൊന്ന് ഖുർആൻ പഠിച്ച ആലിമീങ്ങൾ, അവര് ഉഖ്റവിയായ ഖുർആൻ പഠിച്ച ആലിമീങ്ങൾ, അവര് കിടന്നുറങ്ങുന്ന, അവര് താമസിക്കുന്ന, അവര് വിശ്രമിക്കുന്ന ഭവനങ്ങൾ, കെട്ടിടങ്ങൾ, അതുമാണ് ഈ രണ്ട് കെട്ടിടങ്ങളാണ് കോടിക്കണക്കിന് മലായികത്ത് മിന്നിത്തിളങ്ങി കാണുന്ന കെട്ടിടങ്ങളെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഒരു 25,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞ ഒരു കുട്ടി എന്നല്ല, ആ ഒരു കുട്ടി പഠനം പൂർത്തിയാക്കി പിന്നെ അടുത്ത കുട്ടി നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം നൂറുകണക്കിന് ഹാഫിളീങ്ങളെ, ആയിരക്കണക്കിന് ഹാഫിളീങ്ങളെ, ആലിമീങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കെട്ടിടത്തിന്റെ പണി പൂർത്തിയായ പിന്നെ അതിനുള്ള പിരിവുണ്ടാവൂല, അതിന് കൊടുക്കാനും കഴിയൂല. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലേ, ഭക്ഷണം കൊടുത്താൽ പുണ്യമില്ല എന്നല്ല, പക്ഷേ ഭക്ഷണം കൊടുത്താൽ അതോടുകൂടെ കഴിഞ്ഞു. ഇതല്ല, ഇതാണ് ജാരിയായ സദഖ. വഖഫിന്റെ രൂപത്തിൽ കൊടുക്കുന്ന സദഖ ജാരിയായ സദഖ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് കൂട്ടായി പരിശ്രമിച്ചാൽ ആരെങ്കിലും ഒരാള് അതിലേക്ക് ഒരു കുട്ടി ഏറ്റെടുത്തുള്ള 25,000 രൂപ പടച്ച റബ്ബ് നമുക്ക് ചെയ്യുന്ന നിഅമത്തിൽ നിന്ന് നല്ല റാഹത്തായി മജ്ലിസ്, തങ്ങളും നേതാക്കളൊക്കെ പോയി എന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. അവരെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിച്ച് തങ്ങൾക്ക് മറ്റൊരു പരിപാടി ഉണ്ടായതുകൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ തങ്ങൾ ഈ നമ്മുടെ പരിപാടി അവസാനം വരെ കാത്തിരുന്നു. തങ്ങൾ അങ്ങനെ ഇരിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. തൊട്ടടുത്തൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് പോയതാ. തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അവരെ കൊണ്ടൊക്കെ നമുക്ക് ദുആ ചെയ്യിപ്പിക്കണം. ഈ സദസ്സിലും നമുക്ക് ദുആ ചെയ്യണം.